എവിടെയോ എന്തോ തകരാറുണ്ട്. നീ പറയുന്ന ശങ്കുനായരും എന്നെ കത്തയച്ച് വരുത്തിയതാന്ന്. അങ്ങനെ അയാൾ കത്തയച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എങ്ങനെ വേറൊരുത്തനോട് അഡ്വാൻസ് വാങ്ങാ? എനിക്ക് ക്ലെയിം ഉള്ളതല്ലേ ഗഫൂർക്ക? എന്തുള്ള ക്ലെയിം എന്ന് വെച്ചാൽ 4 കൊല്ലം മുമ്പ് യശോദ ടീച്ചറിന്റെ പ്രസവത്തിന്റെയും തുടർന്നുണ്ടായ രോഗത്തിന്റെയും സമയത്ത് 4 മാസം ഞാനിവിടെ പഠിപ്പിച്ചല്ലേ. ഞാൻ ജോലി വേണ്ടാന്ന് പറഞ്ഞാലേ മറ്റൊരാളെ ഈ ഒഴിവിലേക്ക് ചേർക്കാൻ പറ്റൂ. അതാണ് നിയമം, അതാണ് ക്ലെയിം. അതൊന്നും എനിക്കറിഞ്ഞൂടാ. കുറുവാഞ്ചേരിക്കാരൻ എന്തോ ഒരു പേര്, എന്തോ ഒരു പേര്, എലിവാണം വിട്ട പോലെ സൈക്കിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു. അഡ്വാൻസ് കൊടുത്ത് വരുന്ന വഴി ഇന്റെ അടുത്ത് വന്ന ഒരു ചായയും കണ്ട കലത്തപ്പം നിന്നടാ. അഡ്വാൻസ് കൊടുത്തു എന്ന് അവൻ പറഞ്ഞോ? പരിചയമില്ലാത്ത ആളുകളാവുമ്പോൾ നമ്മൾ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കുമല്ലോ. അക്കൂട്ടത്തിൽ അഡ്വാൻസ് കൊടുത്ത കാര്യം അയാൾ എന്നോട് പറഞ്ഞു. ചുമ്മാ തട്ടി വിട്ടതായിരിക്കും. സ്കൂൾ കെട്ടിടത്തിനൊരു വിള്ളലുണ്ട്, അതിന്റെ പണി കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ചേരാവുന്ന മാനേജറല്ലേ പറഞ്ഞത്. അപ്പോ എങ്ങനെയാ ഗഫൂർക്ക, കുറച്ചു ദിവസം ഇതിന്റെ മേളിലൊന്ന് താമസിക്കാൻ വേറൊരു സ്ഥലം കിട്ടുന്നവരെ? അതിന്റെ മേലെ ചിരട്ടും വർഗും പഴയ സമാവറും ഒക്കെ ആയിട്ട് ആകെ കരി പിടിച്ചെടുക്കല്ലേ. അത് ഞാൻ അന്ന് താമസിക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. കുഴപ്പമില്ല ഗഫൂർക്ക, ഉറക്കം വരുമ്പോ ഒന്ന് ചാരിയിരിക്കണം, അത്ര തന്നെ. അല്ല, അതിപ്പം ആ മാത്തുക്കുട്ടി ഒന്ന് കച്ചറ ഉണ്ടാക്കുമെന്ന് എന്റെ പേടി. അങ്ങനെ ഉണ്ടാവോ? ഏയ്, അങ്ങനെ ഉണ്ടാവില്ല. മേലെ പൂട്ടിയിട്ടുണ്ടോ? ഇല്ല, ബൂട്ട് റിപ്പയറിന് കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അന്ന് കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയില്ലേ? എവിടെ കിട്ടാൻ? അതിനാ കൊല്ലം കാണാനും ദുബായി പോയില്ലേ. ഓ, ഒറ്റ ചവിട്ടിന് വാഴ വിളിക്കും. പക്ഷെ വാഴവിന്റെ തന്തേടവയല്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് താഴോട്ടിറങ്ങി വേണ. പാത്തുക്കുട്ടി, ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്. എന്ന് വെച്ചാ കുട്ടികളെ പാഠം പഠിപ്പിക്കുന്നവൻ അല്ലേ? അങ്ങനെയുള്ള നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കണം. വിട്ടുകള മാത്തുക്കുട്ടി, അയാളൊരു പാവല്ലേ. ഗഫൂർ വക്കാലത്തിന് വരണ്ട, എന്നെ ചട്ടുകളിലാക്കി ഇവനെ വെറുതെ വിടില്ല. ഇറങ്ങി വേണം. മാത്തുക്കുട്ടി ഒന്ന് ഓർക്കണം, ഞാനല്ല മാത്തുക്കുട്ടിയുടെ കാലൊടിച്ചത്. ആനി ടീച്ചറുടെ ഭർത്താവ് പട്ടാളക്കാരൻ ക്ലീറ്റസാ. അതേടാ, ഞാനും ആനി ടീച്ചറും തമ്മിൽ എന്താ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നീ പട്ടാളക്കാരന് കത്തെഴുതിയടാ. ബന്ധമുണ്ടെന്ന് ഞാൻ എഴുതിയില്ല, ഭാര്യ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് എഴുതി. കാരണം എന്താ, ഒരു അധ്യാപികയുടെ മാന്യതയ്ക്ക് കറ പറ്റരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ കറ തുറക്കുന്ന ജോലി ആരാണ് നിന്നെ ഏൽപ്പിച്ചത്? അന്ന് ഞാനൊരു സന്മാർഗവാദിയായിരുന്നു മാത്തുക്കുട്ടി. നന്മയുള്ള ഒരു സമൂഹമായിരുന്നു എന്റെ സങ്കല്പം. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞാനൊരാൾ വിചാരിച്ചാലൊന്നും നാട് നന്നാവില്ലെന്ന്. എന്റെ കാലൊടിഞ്ഞതിന് ശേഷം അല്ലടാ. ആ കാല് നമുക്ക് ചികിത്സിച്ച് നേരെയാക്കാം മാത്തുക്കുട്ടി. എടാ, നിന്നോട് താഴോട്ടിറങ്ങി വരാനാ പറഞ്ഞത്. എന്റെ ഒരു കാലിന് പകരം നിന്റെ 2 കാല്. നീ വിചാരിച്ച് മാനേജറെ നിനക്ക് കത്തയച്ചല്ലേ? അല്ലടാ, ഞാനാ അയച്ചത് നിന്നിവിടെ വരുത്താൻ. എന്റെ കാല് തല്ലോടിച്ചപ്പോ സന്തോഷിച്ച് രസിച്ച ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നിന്നോട് പകരം വീട്ടാൻ. ഐ എം വെരി സോറി മാത്തുക്കുട്ടി. ഇറങ്ങി വാടോ റാസ്കൽ. മാത്തുക്കുട്ടി, വധഭീഷണി ഉണ്ടെന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എന്നെ ഉപദ്രവിച്ച മാത്തുക്കുട്ടി വെറുതെ കേസിൽ കുടുങ്ങും. ഈ തെണ്ടിയോട് തർക്കിച്ചിട്ട് കാര്യമില്ല, വാതിൽ തല്ലിപ്പൊളിക്കന്നെ. ഇന്റെ വാതിൽ ഒട്ട് കളിക്കരുത്. താൻ പോടോ. ഗഫൂർക്ക, പോലീസിന് ഫോൺ ചെയ്യ്. എടുത്ത് പൊക്കട അച്ചായനെ. നോക്കി ആശുപത്രിയിലോട്ട് വിടും. പാവം മാത്തുക്കുട്ടിക്ക് പരിക്ക് ഒരുപാടുണ്ടോ ഗഫൂർക്ക? ഉണ്ടെങ്കിൽ എടോ, പടുത്തു പണി ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. പാടത്ത് പണി വരുമ്പത്ത് കൂലി. കള്ള സുവറിന്റെ കോണി പൊളിച്ചിട്ട്. അത് ഞാൻ നന്നാക്കി തരാം. എന്തിന്? അതൊന്നും വേണ്ട, നാട്ടിൽ ആശാരിമാരുണ്ട്. മാനേജറില്ല, മാത്തുക്കുട്ടിയാണ് എനിക്ക് കത്തയച്ചെന്ന് പറഞ്ഞല്ലോ. കേട്ടല്ലോ, ഞാൻ പറഞ്ഞോ എവിടെയോ എന്തോ തകരാറുണ്ടെന്ന്. ശങ്കുണ്ണാരാ മോൻ. ദേ പോലെ വേണം. ആരാത്? അഡ്വാൻസ് കൊടുത്ത പുള്ളിന്ന്, ആ കുറുവാഞ്ചേരിക്കാരൻ. നായരെ വീട്ടിലേക്കായിരിക്കും. കുറുവാഞ്ചേരി, കുറുവാഞ്ചേരി. എന്താണ് പണം ശരിയായോ? അത് ശരിയാവാതെ ഇവിടെ പോവാ. പിന്നെ സാറിന്റെ സ്കൂളിൽ DPP പാഠ്യപദ്ധതിയാണെന്ന് കേട്ടു.
അതുകൊണ്ട് അല്ലെ അതിനെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞൂടാ. അതറിയാതൊന്നുമില്ല. ഇപ്പൊ ആനയെ പോലെ 4 കാലിൽ നടക്കുക, ആമയെ പോലെ അഴിയുക, കൊരങ്ങനെ പോലെ ചാടുക, പട്ടിയായിട്ട് കുരയ്ക്കുക, പക്ഷിയായിട്ട് ചെലിക്കുക, അതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോ മിമിക്രി അറിഞ്ഞിരിക്കണം. മിമിക്രിയോ? അല്ല ഇതൊക്കെ ആ വകുപ്പ് പെടുന്നതാണല്ലോ. എറണാകുളത്ത് മിമിക്രി പഠിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ടെന്ന് കേട്ടു. ഞാൻ ഉടനെ അങ്ങോട്ട് പുറപ്പെട്ടാലോ? എങ്ങോട്ട് പുറപ്പെട്ടാലും വേണ്ടില്ല, എനിക്ക് ബാക്കി പണമാണ് പ്രശ്നം. അല്ല മിമിക്രി പഠിക്കാൻ ഫീസ് കൊടുക്കണ്ടേ? അപ്പൊ ആ തോയം കഴിച്ച് ബാക്കി എന്നാ പറയും. അതൊന്നും എനിക്കറിയണ്ട. ചതിച്ചു. എന്താ സാർ? അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ആദായ നികുതി, ഇൻകം ടാക്സ് വരുന്നുണ്ട്. തന്നെ ഇവിടെ കണ്ട അപ്പ അറസ്റ്റ് ചെയ്യും. ഞാൻ വിളിക്കാതെ പുറത്തോട്ടറിയരുത്. ആഹാ, മാഷ് ഇതുവരെ പോയില്ലായിരുന്നു. ആളുകളുടെ ഓരോ പറച്ചിൽ കേട്ടിട്ട് എന്റെ കൈയും കാലും വിറക്കിയാണ് സാർ. ഇപ്പൊ ഇങ്ങോട്ട് സൈക്കിളിൽ വന്നവൻ ആരാ? സൈക്കിളാ? ഇത് ഞാൻ ഇന്നലെ വാങ്ങിച്ച സൈക്കിളാ. എനിക്ക് ലേശം ഈ നമ്മുടെ മറ്റേ ഈ പ്രമേഹത്തിന്റെ അസ്കതയുണ്ടല്ലോ. അപ്പൊ ഡോക്ടർ പറഞ്ഞു ദിവസവും കുറച്ച് സൈക്കിൾ കിട്ടുന്നത് നല്ലതാണ്. സെക്കൻഡ് ഹാൻഡാ, എന്നാലും 10,000 രൂപയായി. അല്ല, അവൻ വന്ന സൈക്കിളായത്. എവൻ? സാർ ഒരുത്തന്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിച്ചെന്ന് ചായക്കടക്കാരൻ ഗഫൂർക്ക പറഞ്ഞു. അത് എല്ലില്ലാത്ത നാക്കല്ലേ, ആർക്ക് എന്താ പറഞ്ഞു കൂടാത്തത്? ഞൊണ്ടിക്കാലം മാത്തുക്കുട്ടി പറഞ്ഞു മാനേജറെ പേര് വെച്ച് അവനാ എനിക്ക് കത്തയച്ചെന്ന്. അവൻ അങ്ങനെ ഒരു കത്തയച്ചത് എന്തിന്? എന്നെ ഇങ്ങോട്ട് വരുത്തി എന്റെ കാല് രണ്ടും തല്ലി ഒടിക്കാൻ. എന്നിട്ട് മാസ്റ്റർ കാലിന് കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ. അതിനുള്ള ശ്രമത്തിനിടയിൽ കോണിപ്പടിയിൽ വീണ് മാത്തുക്കുട്ടി ആശുപത്രിയിലായി. കണ്ടോ? നുണ പറയുന്നവന് ദൈവം അപ്പ ശിക്ഷ കൊടുക്കും. അപ്പൊ സാർ തന്നെയാണ് എനിക്ക് കത്ത് എഴുതിയത്? പിന്നല്ലാതെ. പക്ഷേ മാഷേ, കത്തെഴുതിയതിനു ശേഷമാണ് കാര്യങ്ങളുടെ എല്ലാ വശങ്ങളെ പറ്റി ഞാൻ കൂലങ്കഷമായി ചിന്തിച്ചു. സാർ ഈ കൂലങ്കഷം ഒന്ന് നിർത്തുന്നുണ്ടോ? ഈ ക്ഷോഭം ഒന്നിനും ഒരു പരിഹാരമല്ല. മാഷ് വരൂ, നമുക്ക് വിശദമായി സംസാരിക്കാം. വരൂ. രണ്ടുപേരും ഒന്ന് വിട്ടേ. പിടിക്കട്ടെ കഴുതാണ്. വിടാനല്ലേ മുതലാളി പറഞ്ഞുള്ളൂ, പിടിക്കാൻ പറഞ്ഞില്ലല്ലോ. എന്നെ എഴുന്നേൽപ്പിക്കണ. ഡോക്ടർ പറഞ്ഞതല്ലേ മുതലാളി, ഭക്ഷണം കുറയ്ക്കണം, ശരീരഭാരം കൂടിയാ രോഗം പെട്ടെന്ന് ഭേദമാവില്ലാന്ന്. ഭക്ഷണം കുറച്ചിട്ട് ഇപ്പൊ എനിക്ക് രോഗം ഭേദമാണ്ട. അതാ പ്രശ്നം. ആ സ്കൂൾ മാനേജർ കാണാൻ വന്നിരിക്കുന്നു. ആര്? സ്കൂൾ മാനേജർ. മാനേജരാ? ആ കളവനാ, വരാൻ പറ. എന്റെ 4 ലക്ഷം താനാ വെള്ളത്തിലാക്കിയത്. വത്സം മാഷ് പിരിഞ്ഞു, വേഗം വന്ന് ജോലി കയറിക്കോളാൻ ആ എരപ്പാളി മാഷിന് കത്തെഴുതാൻ തന്നോട് ആരോടോ പറഞ്ഞത്? താൻ കൊടുക്കണോ അവന് ജോലി? എന്നിട്ട് എന്റെ 4 ലക്ഷം താൻ എനിക്കിതാ. നിർത്തണേ. ഇനി താൻ ഇന്ത്യയില് എന്റെ ജോലിക്കാര് തന്നെ വാഴക്കാരിയുടെ പോലെ അറിഞ്ഞിടും. ഞാൻ ആരാണെന്നാ താൻ വിചാരിച്ചേ? തന്റെ വീട്ടുവേലക്കാരനോ? തന്റെ പേര് വെച്ച് ഞാൻ അവന് കത്തെഴുതി. എന്റെ 1 കാല് കളഞ്ഞവന്റെ 2 കാല് കളയാം. ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നവനെ അതിനു വേണ്ടിയാ. എന്തായാലും മാത്തുക്കുട്ടി അവന്റെ കാലൊടിക്കാൻ പോയി എന്റെ കാലൊടുക്കി 19,000 രൂപ ചിലവായി. അനുഭവിച്ച വേദനയും പേരാ. ആ എന്നോട് തട്ടിക്കായിരുന്നു. മാത്തുക്കുട്ടി അതിന്റെ പേര് ഞാൻ അനുഭവിച്ച വേറെ മര്യാദയ്ക്ക് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. നായരെ, വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എന്റെ ശരീരം ഒന്ന് ശരിയായിട്ട് ഞാനൊരിറക്കമുണ്ട്. എനിക്ക് ജോലി വേണ്ടേന്ന് പറഞ്ഞവൻ ഈ നാട്ടിൽ നിന്ന് ഓടിപ്പോയില്ലെങ്കിൽ എന്നെ മാത്തുക്കുട്ടി എന്നല്ല. ആരുടെ പേര് കമ്പി അടിക്കും? പട്ടാളക്കാരൻ ക്ലീറ്റസിന്റെ പേരിൽ. അതെനിക്കറിയാം. കമ്പി അടിക്കുന്ന ആളാരാ? മാത്തുക്കുട്ടി. എന്റെ പേര് കമ്പി അടിച്ച പട്ടാളക്കാരൻ ക്ലീറ്റസ് വന്ന് എന്റെ ഇടത്തേക്കാൽ കൂടി തല്ലുപിടിക്കും. അതിനിപ്പോ അയക്കുന്നതിനോട് ദേഷ്യമൊന്നുമില്ലല്ലോ. കമ്പി കിട്ടുന്നോടെ ദേഷ്യം വന്നോളും. മറ്റൊരുത്തനെ തല്ലിക്കാനാണോ അലഹബാദിൽ നിന്ന് എന്നെ കമ്പി അടിച്ച് വരുത്തിയെന്ന് പറഞ്ഞായിരിക്കും അടുത്തിടി. ശകുണ്ണിയുടെ പേര് വെക്കാം. അത് വേണ്ട, എന്റെ പേര് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മാത്തുക്കുട്ടി, മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിലെ യാത്രക്കാരനാണ് ഞാൻ. ആ ഏഴിയുടെ മകളാണ് ഗോകുലകൃഷ്ണൻ മാഷെ സഹായിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഞാൻ അവനെ ക്രിമിനൽ കേസിൽ കൊടുക്കാൻ നോക്കി. ആ എസ് കൈക്കൂലി വാങ്ങിക്കാത്ത ഒരു ചെറ്റയായതുകൊണ്ട് അത് നടന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും എന്റെ പേര് വെച്ച് കമ്പി അടിക്കുന്ന റിസ്കാ. അതെ, നമ്മളെന്തിനാ വളഞ്ഞ വഴി ആലോചിക്കുന്നേ? ആന ടീച്ചറുടെ പേര് തന്നെ അടിക്കാം.
ഐ ആം സീരിയസ്. എനിക്ക് സുഖമില്ല. സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. ആന ടീച്ചർ അതുപോലെ. എന്ന് കമ്പി അടിച്ച ക്ലീറ്റസ് നാട്ടിലെത്തും. ആ പക്ഷെ ടീച്ചർക്ക് അസുഖമില്ലെന്ന് മനസ്സിലായും ചെയ്യും. എന്നാ പിന്നെ ഗോകുലകൃഷ്ണൻ മാഷ് എന്നെ വീണ്ടും ഉപദ്രവിക്കുന്നു, ഉടൻ വരൂ എന്നടിച്ചാലോ? അത് മതി. ആ. ഇതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേ. ഏ? ഗോകുലകൃഷ്ണൻ മാസ്റ്റർ അറ്റാക്കിംഗ്. വെരി ഗുഡ് വെരി ഗുഡ്. വെരി ഗുഡ്. ഇതെന്ത് ഇംഗ്ലീഷാണ്? അയ്യേ, ഞാൻ ആ പോസ്റ്റ് മാസ്റ്ററോട് ചോദിച്ചോളാം. ശ്ശോ. അതെ, സീരിയസ്ലി അറ്റാക്കിംഗ് എന്ന് വെച്ചോ. കമ്പി ആകുമ്പോ സീരിയസ്ലി പതിവാ. സംഗതി കിട്ടിയ ഉടനെ പട്ടാളക്കാരെ ഗ്ലീറ്റേഴ്സ് പറഞ്ഞു നിർത്തണം. എന്റെ അമ്മ എന്നെ കൊല്ലാൻ വരുന്നേ. നിക്കണേ. നിക്കാൻ. അയ്യോ, എന്നെ രക്ഷിക്കണേ. ആ പട്ടാളക്കാരെ എന്നെ കൊല്ലാൻ വരുന്നേ. അയ്യോ, മാഷ് കടക്കാതെ തോൽക്കാൻ സാധിച്ച മാഷ് അങ്ങോട്ട് ഇങ്ങോട്ട് രക്ഷപ്പെട്ടോ. എന്നെ കൊലക്ക് കൊടുക്കരുത് ഗഫൂർക്ക. മാഷ് ഇവിടെ നിന്ന് ക്ലീറ്റസിന്റെ കട പൊളിക്കും. ഞാൻ പിന്നെ എങ്ങോട്ട് പോകും? അയ്യോ, അങ്ങോട്ടാ മാഷെ. മാഷെ അങ്ങോട്ടിറങ്ങി ഇങ്ങോട്ടാ പറഞ്ഞു ഓടി രക്ഷപ്പെട്ടോളാൻ. അയ്യോ, ക്ലീറ്റസ്. നിക്കണോടെ. छोड़ूंगा नहीं तुम्हें, मारेगा साला. निकल. വന്ദേമാതരം ഗ്ലിറ്റസ് ജവാനെ എന്ന് വന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? കള്ള ബദ്മാഷ് രക്ഷപ്പെട്ടു കളഞ്ഞു. ചോടുങ്ങാനേ മേസേ. നിങ്ങൾ അവന് സ്കൂളിൽ ജോലി കൊടുത്തോ? ആര്? ഞാനോ? ആ, ഞാനവനെ എന്റെ സ്കൂളിന്റെ പഠിക്കാതെ കേട്ടൂല. ഈ പാകിസ്ഥാൻ സൈന്യം കാർഗിലിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറിയോ ക്ലീറ്റസേ? അതിനെപ്പറ്റി സംസാരിക്കാനല്ല ഞാൻ വന്നത്. ക്ലീറ്റസ് വന്നത് എന്തിനാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ആ ഗോകുലകൃഷ്ണൻ മാസ്റ്റർ ശല്യം സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ആന ടീച്ചർ കമ്പി അടിച്ചു, ക്ലീറ്റസ് വന്നു. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ക്ലീറ്റസേ. ആന ടീച്ചർ കമ്പി അടിച്ചു വരെ പറഞ്ഞ് ഗോകുലകൃഷ്ണൻ മാസ്റ്റർ ടീച്ചറുടെ കാല് പിടിച്ചു എന്നാ കേട്ടത്. ടീച്ചർ പാവല്ലേ ക്ലീറ്റസേ, പിഞ്ച് ഹൃദയം. ഗോകുലകൃഷ്ണൻ മാസ്റ്റർക്ക് മാപ്പ് കൊടുത്തു അത്രേ. അതുകൊണ്ട് ചിലപ്പോ ക്ലീറ്റസ് ചോദിച്ചാൽ കമ്പി അടിച്ച കാര്യം ആന ടീച്ചർ സമ്മതിച്ചില്ല എന്ന് വരും. പക്ഷെ ഞാൻ പറയുന്നു, ആ ഗോകുലകൃഷ്ണൻ മാസ്റ്റർ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചില്ലെങ്കിൽ ക്ലീറ്റസിന്റെ കുടുംബം തകരും. 100 കിലോ ഭാരമുള്ള സാധനം എടുത്ത് എന്റെ തലയ്ക്ക് മുകളിൽ വെച്ച് തന്നിട്ട് അന്തം കുന്തുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുണ്ടോ മനുഷ്യ? മാഫ് കറോ ഭായി. പിന്നെ അരെ ഭായി, ഇഞ്ഞിത് ചുമക്കാൻ എന്നെ കിട്ടില്ല. അരെ ദേഖോ. അരെ ഭായി, അരെ സുനോ. ഒന്ന് പോടോ അവന്റെ ഒരു ഹിന്ദി. സാരമില്ല ക്ലീറ്റസേ, നമ്മുടെ മാത്തുക്കുട്ടിയുടെ ജീപ്പ് വേറെ കിളങ്ങില്ലയോ? ഇത്രയും കാലത്തിന് ശേഷം ടീച്ചർക്ക് എന്നോടുള്ള പക തീർന്നില്ലേ? ഇപ്പൊ എന്തിനിങ്ങനെ ഒരു കമ്പി അടിച്ചു? കമ്പിയോ? ഞാൻ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ടീച്ചറിന്റെ ഹസ്ബൻഡ് എന്റെ മുമ്പിലേക്ക് ചാടി വീണത്. ഞാൻ ടീച്ചറിനെ ശല്യപ്പെടുത്തുന്നു ടീച്ചർ കമ്പി അടിച്ചിട്ട് എന്നെ കൊല്ലാനാണ് അത്ര അങ്ങേര് വന്നിരിക്കുന്നത്. എന്താ ഈ പറയുന്നേ? പക്ഷെ സത്യമായിട്ട് ഞാൻ അങ്ങനെ കമ്പി അടിച്ചിട്ടില്ല. എന്നിട്ടിപ്പോ ചേട്ടായി എവിടെ? എന്റെ പുറകെ ഉണ്ടായിരുന്നു. എന്റെ പൊന്നു ടീച്ചറെ, ഞാൻ കാല് പിടിക്കാം. ആ മനുഷ്യനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. എവിടാ മാത്തുക്കുട്ടി? ആ ചട്ടയാളിൽ എവിടെയാ ചോദിച്ചത്? നിൽക്കണ പിടിക്കണേ, അടുക്കരുത്. മരിക്കാൻ തയ്യാറായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വരുവാ. ആനി ടീച്ചറുടെ പേര് വെച്ച് ക്ലീറ്റസിന് കമ്പി അടിച്ച താനാണെന്ന് അറിഞ്ഞു. ക്ലീറ്റസ് എന്നെ കൊല്ലാൻ ഇറങ്ങിയിരിക്കുക. മരിക്കാൻ ഭയം ഉണ്ടായിട്ടല്ല, ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറല്ല. ഇപ്പൊ തന്നെ എന്റെ കൂടെ വന്ന് ക്ലീറ്റസിനോട് സത്യം പറയണം.
ഞാൻ ആർക്കും കമ്പി അടിച്ചിട്ടില്ല. എങ്കിൽ നമുക്ക് ആദ്യം പോസ്റ്റ് ഓഫീസിലേക്ക് പോവാം. എനിക്കിവിടെ വേറെ പണിയുണ്ട്. അടിച്ചോടിക്കണം തെണ്ടി. പോസ്റ്റ് ഓഫീസിലോട്ട് പോകാം. പിന്നെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല. മാത്തുക്കുട്ടി മാത്തുക്കുട്ടി കമ്പി അടിച്ച കാര്യം വെളിയിലായി. താൻ പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തെന്ന മാഷോട് പറയണതായത്. അല്ലെങ്കിൽ അവന്റെ തട്ടും. നിൽക്കണം അവിടെ നിൽക്കണം. ആര് കമ്പി അടിച്ചെന്ന് അറിയണമെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോയി അന്വേഷിച്ചാൽ മതി. ഈ ചട്ടുകാലം നാറിയാ അത് ചെയ്തത്. ക്ലീറ്റസേ, ഞാൻ നിരപരാധിയാണ്. ഈ കള്ളനായര് പറഞ്ഞിട്ടാ. ചുപ് കർ ബദ്മാഷ്. മനസ്സമാധാനത്തോടെ എനിക്ക് രാജ്യത്തിന്റെ അതിർത്തി കാക്കണം. അതുകൊണ്ട് എല്ലാവനെയും ഞാൻ തട്ടും. ക്ലീറ്റസേ, സമാധാനമുണ്ട്. ക്ലീറ്റസേ, പിടിച്ചു മാറ്റണോ? ക്ലീറ്റസേ, തോക്ക് വെച്ച് കളിക്കരുത്. ക്ലീറ്റസേ, മാറാനേ പറഞ്ഞത്. പിടിച്ചു മാറ്റാൻ മാത്തുക്കുട്ടി, മാത്തുക്കുട്ടി വെടിവെക്കരുത്. ക്ലീറ്റസേ, ക്ലീറ്റസേ, നോക്കിന്ന് വിടുന്നു. ക്ലീറ്റസേ, മാത്തുക്കുട്ടി. എന്താണ് മാത്തുക്കുട്ടി ഇതിന്റെ ഉള്ളിലാണ് കൊണ്ടേ കയ്യിട്ട് വിടുന്നുണ്ട്. ആരെങ്കിലും പിടിച്ചു മാറ്റോ? ബോധം വന്നുവല്ലേ? ക്ലീറ്റസേ, ചെല്ലും ചെലവും തന്ന് ഒരുപാട് കാലം ട്രെയിനിങ്ങും എടുപ്പിച്ച് ആയിരക്കണക്കിന് രൂപ ചെലവ് ചെയ്തിട്ടാ സർക്കാർ ഒരു പട്ടാളക്കാരനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഏതോ ഒരു വിവരദോഷി കമ്പി അടിച്ചതിന് ക്ലീറ്റസ് ചാടിക്കേറി വന്ന് സ്വന്തം തല ഈ സ്ഥിതിയിലാക്കണമായിരുന്നോ? മരിച്ചിരുന്നതിൽ സർക്കാരിന് എത്രയാ നഷ്ടം? ഈ സർക്കാർ എന്ന് പറഞ്ഞ ആരാ? നമ്മളാ, ഇവിടുത്തെ പൊതുജനങ്ങളാ. അത് ക്ലീറ്റസ് മനസ്സിലാക്കണം. മാത്രല്ല, മിസൈലിന്റെയും പീരങ്കിന്റെയും മുമ്പിന്ന് രക്ഷപ്പെട്ടു വന്ന പട്ടാളക്കാരൻ നാട്ടിലെത്തി തെങ്ങിന്ന് 4 തേങ്ങ വീണ് ചത്തും തന്നെ. എന്തൊരു നാണക്കേടാ. ഞാൻ ഒരിക്കലും ക്ലീറ്റസിന്റെ ശത്രുവല്ല. നമ്മൾ രണ്ടുപേരും സല്യൂട്ട് ചെയ്യുന്നത് ഒരേ പതാകയാണ് ക്ലീറ്റസേ. ഇന്ത്യൻ പതാക, ത്രിവർണ്ണ പതാക. ഭാരത് മാതാ കി ജയ്. കണ്ടോ, ഇതാണ് യഥാർത്ഥ പട്ടാളക്കാരൻ. പെട്ടെന്ന് മുറിവണങ്ങാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം. എന്നിട്ട് വേഗം അതിർത്തിയിലേക്ക് ചെല്ലും. നുഴഞ്ഞുകയറ്റക്കാരെ ഓടിക്കൂ. ജോലിയിൽ പ്രവേശിച്ച് ആദ്യം കിട്ടുന്ന ശമ്പളം ഞാൻ കാർഗിൽ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യും ക്ലീറ്റസേ.